ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് പിന്നാലെ പാർട്ടിക്കെതിരെ പരോക്ഷ വിമർശനവുമായി മുതിർന്ന CPM നേതാവ് P. ജയരാജൻ. തെരഞ്ഞെടുപ്പിലേറ്റ തോൽവിയിൽ നിന്ന് പാർട്ടി പാഠം ഉൾക്കൊള്ളണം. പരാജയപ്പെട്ടാലും വിജയിച്ചാലും ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്നാണ് പാർട്ടി പഠിപ്പിക്കുന്നത്. ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു പോകണമെന്നും ശരിയായ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാൻ കഴിഞ്ഞാൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്നും P. ജയരാജൻ. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും ശരിയായ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നാം ഉയർത്തിപ്പിടിച്ച ശരിയായ നയങ്ങൾ കൂടുതൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താനായാൽ തീർച്ചയായിട്ടും നമുക്കിനിയും മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ചരിത്രത്തെ ശരിയായിട്ട് വിലയിരുത്തണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം നാം സംഭരിക്കണം. നമുക്കെവിടെയെല്ലാം പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ അത് സംബന്ധിച്ച് കൃത്യമായി പരിശോധിച്ചുകൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനായാൽ തീർച്ചയായും നമുക്കിനിയും തെരഞ്ഞെടുപ്പ് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അർജുൻ കല്യാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, വെരി ഗുഡ് മോർണിംഗ്. P. ജയരാജൻ പറയുന്നതനുസരിച്ച് പോരായ്മകൾ തിരുത്തി പോകണം, ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ നിന്നേറ്റ് പാഠങ്ങൾ പഠിക്കണം എന്നാണ്. പാർട്ടിക്കുള്ളിൽ തിരുത്തൽ വേണമെന്ന് പറയുന്നതിൻ്റെ ഭംഗിയായിട്ടുള്ള വാക്കാണ് അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ, അതായത് ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടുകൂടി തന്നെ ശക്തമായ തോതിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നത് ഒരു പ്രത്യക്ഷമായ തെളിവായി തന്നെ പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള P. ജയരാജൻ ഇത്തരത്തിൽ ഒരു പൊതുവെ നമുക്ക് കാണുമ്പോൾ വലിയ പരിക്കുകളില്ല, എന്നാൽ അത് കൃത്യമായ തോതിലുള്ള ഒരു പരോക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ്. ഒരു തിരുത്തൽ പാർട്ടിക്കകത്തുണ്ടാവണം, അതുപോലെ തന്നെ സർക്കാരിനകത്ത് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ അത്തരത്തിലുള്ള ഒരു പാർട്ടി സംവിധാനവും ഭരണ സംവിധാനവും ഉണ്ടാവണമെന്നുള്ള ഒരു ഭംഗി കലർന്നിട്ടുള്ള വാക്കിലൂടെയുള്ള വിമർശനമാണ് P. ജയരാജൻ നടത്തുകയും ചെയ്തിട്ടുള്ളത്. പാർട്ടി ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട്, അതായത് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനം പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. എല്ലാ ഘട്ടത്തിലും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എപ്പോഴാണോ അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായി പാർട്ടി പ്രവർത്തിക്കുന്നു, അപ്പോൾ മാത്രമേ ജനങ്ങൾ പാർട്ടിയെ സ്വീകരിക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ് ഈ വിമർശനത്തിലൂടെ ഈ P. ജയരാജൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ BJP ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പാർട്ടികൾ, വർഗീയ പാർട്ടി എന്ന് CPM എല്ലാ ഘട്ടത്തിലും പറഞ്ഞിട്ടുള്ള BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുന്നു. അത് പാർട്ടി കേന്ദ്രങ്ങൾ ഉൾപ്പെടെ വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ വളരെയധികം പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്ന ഘട്ടത്തിൽ കൂടിയാണ് P. ജയരാജനെ പോലുള്ള ഒരു നേതാവ്